ലാലേട്ടൻ്റെ ഒരു വളർച്ചയായിരുന്നു സിനിമയിൽ അല്ലേ, പെട്ടെന്നൊരു വളർച്ചയായിരുന്നു, നായകനിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ശങ്കരചേട്ടൻ മാറിയുന്നത് ലാലേട്ടൻ്റെ ഒരു വളർച്ച കാണുമ്പോൾ എന്തായിരുന്നു തോന്നിയത്? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ബിക്കോസ് ലാലിനെ ഞാൻ ലാലിൻ്റെ തുടക്കം തൊട്ട് കാണുന്നവരാണ്. അപ്പോൾ ലാലിൻ്റെ ഒരു വെർസറ്റാലിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് ഹ്യൂമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർക്ക് എന്തും ചെയ്യാം. അപ്പോൾ അതിന് മാത്രമല്ല, ഇപ്പോൾ ഒരു ആക്ഷൻ സീക്വൻസാണ്. ആ ആക്ഷൻ സീക്വൻസിന് വളരെ സിൻസിയറായിട്ടും എഫേർട്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റേഞ്ചും കാര്യങ്ങളും അത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. നല്ല സിനിമകൾ, അതുമാതിരിയുള്ള സിനിമകൾ വന്ന് മോഹൻലാൽ എവിടെ എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ശരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഒരുമിച്ച് ഓരോ സിനിമകളിലും ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്ക് ഈ ആൾക്കാർ എപ്പോഴും ഒരു റൊമാൻസ് ആണ് എൻ്റെ തലയ്ക്ക്. ബിക്കോസ് എൻ്റെ അങ്ങനത്തെ 2 സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ്. റൊമാൻസ് ബേസ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്.